അല്ല സുൽത്താന, എന്റെ കയ്യിലെന്താ? മുല്ലപ്പൂവാ, മുല്ലപ്പൂ. നടക്കട്ടെ. രണ്ടാഴ്ചയായി പോന്റെ കല്യാണം കഴിച്ചു. നമ്മളാണ് ഇവിടെ കല്യാണം കഴിയാണ്ട് നടക്കും. മുല്ലപ്പൂവൊക്കെ ആയിട്ട് പോകണം. ഇനി എന്നാ ഞമ്മക്കൊക്കെ മുല്ലപ്പൂ ആയിട്ട് നടക്കേണ്ടി വരികയാണ്. ഉമ്മാനും പാപ്പാനും കൊലത്ത് കാണാനില്ല. മുല്ലപ്പൂ റൂമിലും ഉണ്ടാക്കട്ടെ. ഫർസാൻ അടുക്കളയിലാവും. എടേ, ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞ് 7 ദിവസമായില്ലേ? എവിടാ കണക്ക് ബുക്കൊക്കെ വെച്ചിക്കണ? ബുക്കൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. തന്നൂരുടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തപ്പോ ചെയ്യാ? നമുക്ക് ആകെ ഒരു മോനല്ലേ ഉള്ളൂ. തന്നൂർക്കൊക്കെ തിരിച്ചു കൊടുക്കണ്ടക്കാ. അല്ല, ഫർസാൻ അവിടെ എപ്പൊ നോക്കിയാലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഏത് നേരത്തും പണിയാ. ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ചെന്നാ അവിടെ പറയും ഉമ്മച്ചി ഒന്നും ചെയ്യണ്ട, ഉമ്മച്ചി അവിടെ പോയിരുന്നോ എന്ന് പറയും. നമ്മുടെ മോന്റെ ഭാഗ്യം എങ്ങനെ ഒരു മര്യാദ കിട്ടിയത്. അൽഹംദുലില്ലാ. നല്ല കുടിയേ വളർന്നു വരും. കഴിഞ്ഞില്ലണോ? എന്നോട് എന്താ കാട്ടുന്നത്? മതി പാത്രം കഴിക്കുന്നിട്ട് പോരെ. കണ്ടു അവളുടെ സുന്ദര അനക്ക് ഉറങ്ങാറൊന്നും ആയില്ലടാ. എന്താ സംഭവം? ചെക്ക ഉറങ്ങിയിട്ടില്ലേ? അവൻ എത്തിച്ചു നോക്കുക. അവ ഉറങ്ങേണ്ട ടൈമൊക്കെ ആയില്ലേ? അവര് പുതുക്കല്ലെന്നും. എന്താടാ ഈ കോഴീനെ അയച്ചിട്ട പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണു? വെള്ളം കുടിക്കണോ? എനിക്ക് തിന്നാൻ എന്തേലും വേണോ? പിന്നെന്താ ഈ എന്താ കോഴി മുട്ടടാൻ പോലെ നടക്കണ പോലെ ഇങ്ങനെ നടക്കണ പോലെ? കുട്ടിയോട് പോയി കിടന്നോളാൻ പറ. മോളെ, എന്റെ ഉമ്മ ചെയ്തോണ്ട് മോള് പോയി കിടന്നോ. ഇനി ഇല്ലെങ്കിൽ ആ ചെക്കൻ കയറ് പൊട്ടിക്കും.